There are no secret of success. It is the result of preparation, hard working, and learning from failures. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടണമെന്നുണ്ട്. പക്ഷേ അതങ്ങ് പറ്റുന്നില്ല. ഓരോന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില വാക്കുകളുണ്ട്. അത് ഭയങ്കര ഭാരമുള്ളൊരു പണിയാണ്, അത് ഭയങ്കര റിസ്ക്കുള്ളൊരു ഏർപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നോട്ട് വലിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം നമ്മളെ പിന്നോട്ട് വലിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ഇറ്റ് ഈസ് നോട്ട് ഈസി. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം അതിൻ്റേതായ വിലയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി, ബട്ട് ഇറ്റ്സ് നോട്ട് ഇംപോസിബിൾ. നമ്മൾ പലപ്പോഴും ഹാർഡ് വർക്കിനെ വളരെ ചെറുതായൊരു വാല്യൂ ആണ് അതിന് കൊടുക്കുന്നത്. ഇത് തന്നെയാണ് ഹാർഡ് വർക്ക്, ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ഹാർഡ് വർക്ക്, ഇത്രയ്ക്ക് മതി എന്നൊക്കെ പറഞ്ഞ് ഹാർഡ് വർക്കിനെ നമ്മൾ ചെറുതായി കാണുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റുണ്ട് പല ആൾക്കാർക്കും. ശരിക്കും ഇതൊന്നുമല്ല ഹാർഡ് വർക്ക്. നമ്മൾ പലരും ചിന്തിക്കുന്നതൊന്നുമല്ല ഹാർഡ് വർക്ക്. നമ്മളിൽ പലരും ചെയ്യുന്നതുമല്ല ഹാർഡ് വർക്ക്. ഒരു സ്വപ്നമുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും അതിനെ എന്തൊക്കെ കൊടുക്കാനും തയ്യാറാവുന്നവനാണ് യഥാർത്ഥ ഹാർഡ് വർക്ക് പേഴ്സൺ എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇതൊന്നുമല്ല ഹാർഡ് വർക്ക്. അതുക്കുമപ്പുറം മനുഷ്യർ പലരും ചിന്തിച്ച് തീരുന്ന ഇടത്താണ് നമ്മുടെ ഹാർഡ് വർക്ക്. നമ്മുടെ ലൈഫിലെ പല ചിന്തകളും നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. ഹാർഡ് വർക്കിനെ വളരെ സിമ്പിളായിട്ട് മീൻ ചെയ്യുന്നൊരു സ്റ്റോറിയാണ് സ്റ്റീവ് ജോബ്സിൻ്റേതെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ജനിച്ച ആ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അഡോപ്ഷന് വേണ്ടി കൊടുക്കുകയാണ്. പിന്നീട് തൻ്റെ ചെറുപ്പകാലം കൊക്കക്കോളയുടെ ബോട്ടിൽ വിറ്റ് നടന്നിട്ടായിരുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ ചെറുപ്പകാലം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സംരംഭങ്ങൾ കെട്ടിപ്പൊക്കുകയും ഇന്ന് ലോകത്തിൽ ഏറ്റവും വിപ്ലവകരമായ കമ്പനിയായിട്ടാണ് ആപ്പിൾ ഇന്ന് ലോകത്തിനെ വിപ്ലവം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ രീതിയിൽ കൊടുക്കാനും തയ്യാറാവുന്നവനാണ് യഥാർത്ഥ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത്. The harder you work for something, the greater you will feel when you achieve it. ഗോൾസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദിവസവും നിങ്ങൾ നിരന്തരമായി എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിത്തീരും എന്നുള്ളത്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ, അതിന് ആക്ഷൻ എടുത്തേ പറ്റൂ. നിങ്ങൾ ഇത്രയും കാലം നേടാത്ത സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ചെയ്യാത്ത വർക്ക് അതിനു വേണ്ടി ചെയ്യേണ്ടി വരും. ഹാർഡ് വർക്കിങ്ങിന് അതിൻ്റേതായ വില കൊടുക്കണം. ഈ വില കൊടുക്കാത്തവരാണ് പല സമയത്തും ഇത് ഇട്ടേച്ച് പോകുന്നത്. പല സമയത്തും അവരുടെ സ്വപ്നങ്ങൾ അവർ ഗിവപ്പ് ചെയ്ത് പോകാൻ കാരണം അവർക്കിതിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ അത്ര പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയണം എന്നില്ല, പക്ഷേ വീണ്ടും ട്രൈ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിപ്ലവങ്ങൾ ആരംഭിച്ചു തുടങ്ങുന്നത്. സോ ബി മോട്ടിവേറ്റ്, ബി ഇൻസ്പയർ. ഇറ്റ്സ് മീ അസു. ഹാവ് എ നൈസ് ഡേ.